ഇഷ്ടപ്പെട്ടു. അതാണ് കാഴ്ചപരിമിതി ഉള്ളതാണല്ലോ, അപ്പൊ എങ്ങനെയാണ് തിയേറ്ററിൽ കേൾക്കും, ഞാൻ കഥ കേട്ട് മനസ്സിലാക്കും. അടിപൊളി പടമായിരുന്നു. ഞാൻ ലാലേട്ടന്റെ കട്ട ഫാനുമാണ്. അപ്പൊ ലാലേട്ടന്റെ പടം എനിക്ക് അന്ന് റിലീസിന് അന്ന് കുറെ ഇന്റർവ്യൂസ് ഞാൻ കേട്ടു. ലാലേട്ടന്റെ ജിജി ജോസഫ് സാറിന്റെ സിദ്ദിഖിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് കാണണമെന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ഞാൻ കണ്ടതാ. അടിപൊളി. ലാലേട്ടന്റെ പടത്തിന് മാത്രമേ പോവാറുള്ളൂ. പക്ഷെ ഞാൻ ഈ ഓടിയതിനു ശേഷം വന്നത് ഇപ്പോഴാണ്. കാരണം പിന്നെ വീട്ടിലിരിക്കുവായിരുന്നു ഞാന്. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു തിയേറ്ററിൽ പോകാനൊന്നും വരാൻ പറ്റത്തില്ല. അതിന് പിന്നെ കള്ളം പറയേണ്ടി വരും. പിന്നെ കള്ളം പറയാൻ പ്രത്യേക കാരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഇരുന്നു. പിന്നെ ഇത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ എന്റെ വീട് കൊല്ലത്താണ്. അപ്പൊ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കണ്ടതാണ്. നമ്മുടെ വർക്ക് ചെയ്ത പൈസക്ക് കാണാമല്ലോ. ലാലേട്ടന്റെ പടത്തിന് മാത്രമേ ഞാൻ തിയേറ്ററിൽ പോകാറുള്ളൂ. കേട്ടിട്ട് അടിപൊളി സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമയായിരുന്നു. അത് ഇറക്കിയ ജിത്തു ജോസഫ് സാറിനെ സമ്മതിക്കണം. കാരണം ഒരു ഇന്റർവ്യൂവിനകത്ത് സിദ്ദിഖേട്ടൻ ജിത്തു ജോസഫ് സാർ പറഞ്ഞേ സസ്പെൻസും ട്വിസ്റ്റും പ്രതീക്ഷിച്ച് പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് പറയാണ് മൊത്തം കഞ്ഞിയും കറി ആയിരിക്കും പറഞ്ഞു. ജിത്തു ജോസഫ് സാറ് പറഞ്ഞേട്ടാ. അപ്പൊ സിദ്ദിഖേട്ടൻ പറഞ്ഞേ ജിത്തു അങ്ങനെയൊക്കെ പറയും, പക്ഷെ നമുക്ക് ദം ബിരിയാണി വിളമ്പുന്നതെന്ന് പറഞ്ഞു. കഞ്ഞിയും കറിയുടെ സാധനം നമുക്ക് കിട്ടുന്നത് ദം ബിരിയാണിയാണെന്ന് പറഞ്ഞു. സിദ്ദിഖേട്ടൻ അത് പറഞ്ഞത്.